മുരിങ്ങയ്ക്ക തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി തോരൻ്റെ പരുവത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ തൊലിയൊക്കെ മാറ്റിയ ടേസ്റ്റിയായ ഒരു മുരിങ്ങയ്ക്ക തോരൻ നിങ്ങൾക്കും ഉണ്ടാക്കണം. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. ഈ മുരിങ്ങയ്ക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു 4 മുരിങ്ങയ്ക്കയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മുരിങ്ങയ്ക്ക എടുക്കുമ്പോഴത്തേക്കും മൂക്കാത്തത്, ഫ്രഷായ മൂക്കാത്ത മുരിങ്ങയ്ക്ക നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഈ മുരിങ്ങയ്ക്കയുടെ തൊലി എങ്ങനെ കളയാമെന്ന് നോക്കാം. മുരിങ്ങയ്ക്കയുടെ ഈ അരികിൽ കൂടെ പിളർന്നെടുക്കുക. 3 ഭാഗങ്ങളായി കിട്ടും നമുക്ക്. ഇനിയും ഓരോ ഭാഗത്തിൻ്റെയും ഫ്ലഷ് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒരു നല്ല ഷാർപ്പ് സ്പൂൺ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് അടത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാ മുരിങ്ങയ്ക്കയുടെ തൊലി കളഞ്ഞ് നമുക്കെടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ ചെറിയ കഷ്ണങ്ങളായി തോരൻ്റെ പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. 4 മുരിങ്ങയ്ക്ക തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇനി ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലോട്ട് ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞതും 4-5 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇതിന് പ്രത്യേകം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മുരിങ്ങയ്ക്കയുടെ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. മുരിങ്ങയ്ക്ക ഇതുപോലെ 1/4 വേവായി കഴിയുമ്പം ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെക്കാം ബാക്കി വേകാനായിട്ട്. ടേസ്റ്റിയായ ഒരു മുരിങ്ങയ്ക്ക തോരൻ റെഡിയാണ്. നിങ്ങളും ഇതുപോലെ മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക.